നമസ്തേ. മഹാഭാരതത്തിലേക്ക് സ്വാഗതം. രാജ്യം അവസാനഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ജൂൺ 1-ന് 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 57 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. രാഹുലിനെയും കോൺഗ്രസിൻ്റെയും നയങ്ങളെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാഹുലിൻ്റെ രാഷ്ട്രീയ പ്രവേശത്തോടെയാണ് കോൺഗ്രസിൻ്റെ നിലവാരം ഇടിഞ്ഞതെന്നും അമിത്ഷാ പറഞ്ഞു. ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ ആദ്യ വർഷം തന്നെ 370-ാം അനുച്ഛേദം പുനഃസ്ഥാപിക്കുമെന്നും അമിത്ഷാ. മുത്തലാഖ് തിരിച്ചു കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ മാണ്ഡിയിൽ സൂപ്പർ താരമായത് കങ്കണ റണൌത്താണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യമായി ലഭിച്ച അവസരം ജനങ്ങളെ കയ്യിലെടുത്ത് ആഘോഷമാക്കുകയാണ് കങ്കണ. ജോർജ് സൊറോസിൻ്റെ ഇന്ത്യയിലെ പ്രതിനിധി ധന്യ രാജേന്ദ്രനെതിരെ IB അന്വേഷണം. ഇടക്കാല ജാമ്യം നീട്ടണമെന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ആവശ്യം നാടകമെന്ന് ബി ജെ പി. ആരോഗ്യസ്ഥിതി മോശമാണെന്ന് പറയുന്ന കെജ്രിവാൾ ഡൽഹിയിലും പഞ്ചാബിലും പ്രചരണങ്ങളിൽ സജീവമായിരുന്നുവെന്നും BJP ചൂണ്ടിക്കാട്ടി. രാജ്യം ഇനി അവസാനഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ജൂൺ 1-ന് 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 57 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ 904 സ്ഥാനാർത്ഥികളാണ് 7ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുന്നത്. ഉത്തർപ്രദേശിലെയും പഞ്ചാബിലെയും 13 മണ്ഡലങ്ങൾ വീതം, കൂടാതെ പശ്ചിമബംഗാളിലെ 9 മണ്ഡലങ്ങൾ, ബീഹാറിൽ 8-ഉം ഒഡീഷയിൽ 6-ഉം ഹിമാചൽ പ്രദേശിലെ 4-ഉം ജാർഖണ്ഡിൽ 3-ഉം കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലുമാണ് ജൂൺ 1-ന് ജനങ്ങൾ വിധിയെഴുതുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി, നടി കങ്കണ റാവത്ത് മത്സരിക്കുന്ന ഹിമാചൽ പ്രദേശിലെ മണ്ഡി, ബീഹാറിലെ പട്ന സാഹിബിൽ രവിശങ്കർ പ്രസാദ്, ഗോരഖ്പൂരിൽ രവികിഷൻ എന്നീ BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ ശ്രദ്ധേയമാണ്. ഇതിനു പുറമെ തൃണമൂൽ കോൺഗ്രസിന്റെ അഭിഷേക് ബാനർജി മത്സരിക്കുന്ന പശ്ചിമബംഗാളിലെ ഡയമണ്ട് ഹാർബറും കോൺഗ്രസിന്റെ മനീഷ് തിവാരി മത്സരിക്കുന്ന ചണ്ഡീഗഡും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ തന്നെ. 57 ലോക്സഭാ മണ്ഡലങ്ങളിലായി 904 സ്ഥാനാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും BJPക്കൊപ്പമുള്ളവയാണ്. അതേസമയം ഉത്തർപ്രദേശിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നിച്ചു മത്സരിക്കുന്നതിനാൽ വലിയ പ്രതീക്ഷയാണ് പ്രതിപക്ഷ സഖ്യത്തിന്. ജനം, ഡൽഹി. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്നും S. നന്ദഗോപൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നന്ദൻ, ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് പറയുകയാണെങ്കിൽ അവസാനത്തെ 904 സ്ഥാനാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന അവസാന ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തീർച്ചയായും 7ാം ഘട്ടം തെരഞ്ഞെടുപ്പാണ്. 6 ഘട്ടത്തിലൂടെ ശക്തമായ പോരാട്ടങ്ങളും പ്രചരണങ്ങളെല്ലാം തന്നെ കണ്ടുകഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ അവസാനമാണ്. എങ്ങനെ പുരോഗമിക്കുന്നു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങളെല്ലാം? എങ്ങനെയാണ് വിജയപ്രതീക്ഷകൾ എല്ലാ പാർട്ടികളുടെയും? ജൂൺ 1-ന് 7ാം ഘട്ടം, അതായത് രാജ്യത്തെ അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. രാജ്യത്തെ 57 മണ്ഡലങ്ങളിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ 7 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെടുന്നു. 904 സ്ഥാനാർത്ഥികളാണ് ഈ 57 മണ്ഡലങ്ങളിലായി മാറ്റുരയ്ക്കുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ മണ്ഡലമെന്ന് വിശേഷിക്കാൻ കഴിയുന്നത് വാരണാസി തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രത്യേകത. പ്രത്യേകിച്ച് ഈ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം ഇത്തവണ എത്ര ഉയരും എന്നുള്ളത് തന്നെയാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വിജയസാധ്യതയെ ആരും സ്പർശിക്കുന്നില്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രത്തോളം ഉയരും എന്നുള്ളതാണ്. ഇപ്രാവശ്യം നരേന്ദ്രമോദി പ്രധാനമായും നേരിടുന്നത് UPയുടെ കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായിയെയാണ്. കഴിഞ്ഞ തവണ 2019 അജയ് റായിക്ക് 1,52,548 വോട്ടുകളാണ് ലഭിച്ചത്. അതേസമയം സമാജ്വാദി പാർട്ടിയുടെ ശാലിനി യാദവിന് 1,95,159 വോട്ടുകൾ ലഭിച്ചു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 6,74,664 വോട്ടുകൾ നേടിയാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. ഇനി 2014 പരിശോധിച്ചാൽ പോലും അവിടെയും നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം വളരെ വലുതാണ്. അവിടെ 2014 നോക്കിയാൽ അരവിന്ദ് കെജ്രിവാൾ അവിടെ പ്രധാനമന്ത്രിക്കെതിരെ മത്സരിച്ചു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. അരവിന്ദ് കെജ്രിവാൾ 2,09,238 വോട്ടുകളാണ് അവിടെ വാരണാസിയിൽ നേടിയത്. അജയ് റായിയും അന്ന് മത്സര രംഗത്തുണ്ടായിരുന്നു. 77,614 വോട്ടുകളാണ് അജയ് റായിക്ക് അന്ന് നേടാൻ കഴിഞ്ഞത്.
ചെയ്തത്. ഇന്നിപ്പോൾ കോൺഗ്രസും അതേപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും ഒന്നിച്ചാണ് വാരണാസിയിൽ മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. ഇവർ രണ്ടുപേരും ഒന്നിച്ച് മത്സരിച്ചാൽ കൂടിയും, അതായത് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 1,80,548 അജയ് റോയ്ക്കും അതേപോലെ തന്നെ 1,95,159 SP-ക്കും ലഭിച്ച ഈ രണ്ട് ഭൂരിപക്ഷം കൂടി കണക്കിൽ അവർ ഒന്നിച്ച് മത്സരിക്കുമ്പോൾ ഇത് രണ്ടും കൂടി കണക്ക് കൂട്ടിയാൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേടിയ ഭൂരിപക്ഷത്തിന്റെ 4 അയലത്തെത്തില്ല എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. ഏതായാലും വാരണാസി തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതേപോലെ തന്നെ മറ്റ് മണ്ഡലങ്ങളും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിലെ മണ്ഡി മണ്ഡലം, അവിടെ സിനിമാ നടിയായ കങ്കണ റാവത്ത് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. അതേപോലെ തന്നെ ബീഹാറിലെ പട്ന സാഹിബിൽ അവിടെ രവിശങ്കർ പ്രസാദ് മത്സരിക്കുന്നു. അതേപോലെ തന്നെ ഖൊരഗ്പൂരിൽ രവി കിഷൻ മത്സരിക്കുന്നു. ഈ BJP സ്ഥാനാർത്ഥികളെ പരിശോധിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. ഇതിനു പുറമെ തൃണമൂൽ കോൺഗ്രസിന്റെ അഭിഷേക് ബാനർജി മത്സരിക്കുന്നു പശ്ചിമ ബംഗാളിലെ ഡയമണ്ട് ഹാർബറിലും. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ മനീഷ് തിവാരി ചണ്ഡീഗഡും മത്സരിക്കുന്നു എന്നുള്ളതും പ്രത്യേകതമാണ്. അങ്ങനെ 57 മണ്ഡലങ്ങളിലും ഈ അവസാനഘട്ട പ്രചരണ നടപടികൾ ഇരു മുന്നണികളും കടന്നിരിക്കുകയാണ്. വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ട ഗോധയിലാണ് ഇപ്പോൾ കോൺഗ്രസും അതേപോലെ തന്നെ BJP-യും കടന്നിരിക്കുന്നത്. മാത്രമല്ല പ്രതിപക്ഷ സഖ്യമാകെ ഒന്നിച്ചു മത്സരിക്കുന്ന സ്ഥിതിവിശേഷം ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ കാണാമെന്നുള്ളതാണ് ഐസൻ. തീർച്ചയായും നന്ദൻ, മറ്റൊരു പ്രധാന കാര്യം കൂടി എടുത്ത് ചോദിക്കേണ്ടത്, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പ്രവർത്തന രീതി കൃത്യമായൊരു അവലോകനത്തിന് വിധേയമാക്കാവുന്ന ഒരു അവസരം കൂടിയാണിതെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, ആർട്ടിക്കിൾ 370, CAA, അതുപോലെ രാമക്ഷേത്രം, അതുപോലെ നിരവധിയായ വിഷയങ്ങൾ, വാഗ്ദാനങ്ങൾ, അതായത് ഭാരതം കാലങ്ങളോളം പ്രതീക്ഷിച്ചിരുന്ന നയപരമായതും അല്ലാത്തതുമായ നിരവധി വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഇന്ന് പ്രധാനമന്ത്രി ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു. ഇന്നിപ്പോൾ തീർച്ചയായും 1-ാം തീയതി നേരിട്ടെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ BJP-ക്ക് ഈ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരിക്കുന്ന ഒരു മേൽക്കൈ, അല്ലെങ്കിൽ BJP-യുടെ ആ ഒരു പെർഫോമൻസ്, അത് എങ്ങനെയാണ്? മറ്റു പാർട്ടികളുടെ പെർഫോമൻസ് എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഈ നരേന്ദ്രമോദി ഫാക്ടർ എത്ര കണ്ട് വർക്കൗട്ടായി എന്നാണ് നന്ദന് തോന്നുന്നത്? ഐഷൻ, നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തന മികവ് തന്നെ ഉയർത്തിക്കാട്ടിയാണ് BJP ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏതെല്ലാം തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചു, അല്ലെങ്കിൽ അവരുടെ ജീവിത ഉന്നമതിക്ക് ഏതെല്ലാം രീതിയിൽ നരേന്ദ്രമോദി ഭാഗമായി എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അത് പ്രോഗ്രസ് കാർഡായി തയ്യാറാക്കിക്കൊണ്ടാണ് രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിലേക്ക് നരേന്ദ്രമോദി സർക്കാർ BJP NDA തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. കഴിഞ്ഞ 6 ഫേസിലെ തെരഞ്ഞെടുപ്പുകളും പരിശോധിച്ചാൽ ഈ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള പ്രചരണം തന്നെയായിരുന്നു നരേന്ദ്രമോദി അല്ലെങ്കിൽ NDA സർക്കാർ അല്ലെങ്കിൽ BJP-യുടെ നേതൃത്വത്തിൽ നടത്തിയത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഇനി 7-ാം ഘട്ടത്തിലേക്ക്, അവസാന ഘട്ടത്തിലേക്ക് പരിശോധിച്ചാൽ പോലും ഈ വികസനത്തിൽ ഊന്നിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് NDA സഖ്യത്തിനുള്ളത്. ഇനി വാരണാസി പരിശോധിച്ചാൽ വാരണാസിയിലെ പ്രത്യക്ഷമായ മാറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി അവിടെ ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് തേടുന്നത്. നമുക്കറിയാം, ഒരാഴ്ച മുമ്പ് നരേന്ദ്രമോദി വാരണാസിയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ അദ്ദേഹത്തെ വാരണാസിയിലെ ജനങ്ങൾ ഏത് വിധമാണ് സ്വീകരിച്ചത് എന്നുള്ളത് ജനങ്ങൾക്ക് വ്യക്തമായതാണ്. ആരതി ഒഴിഞ്ഞുകൊണ്ടും അതേപോലെ തന്നെ രാമമന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ടുമാണ് അവിടുത്തെ ജനങ്ങൾ നരേന്ദ്രമോദിയെ എതിരേറ്റത്. സ്വാഭാവികമായും മറ്റു മണ്ഡലങ്ങൾ നോക്കുമ്പോൾ അവിടെയും ചർച്ചാ വിഷയമാകുന്നത് അവിടെ നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. സാധാരണ ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അത് ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ആണെങ്കിലും അതേപോലെ തന്നെ മുദ്ര ലോണിലൂടെ ആണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും സാധാരണക്കാർക്ക് ഉതകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ള പദ്ധതികൾ ധാരാളം തയ്യാറാക്കി അത് ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവർ അത് ഈ പദ്ധതികളെയൊക്കെ തന്നെ അവർ എടുത്തു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. സ്വാഭാവികമായും 7-ാം ഘട്ടത്തിൽ കടക്കുമ്പോഴും ഇതേ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ തന്നെയാണ് BJP ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ന്യൂനപക്ഷ വർഗീയത കൃത്യമായി എടുത്തു കാണിച്ചുകൊണ്ടും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുമാണ് BJP പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായി. ശരി നന്ദൻ, ഏറെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് നന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയതയെ തുറന്നു കാട്ടുന്നൊരു പ്രചരണം തന്നെയാണ് ഈ 6 തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും ഉണ്ടായത്. 7-ാമതും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഇനി മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ്.
രാഹുലിനെയും കോൺഗ്രസിൻ്റെയും നയങ്ങളെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാഹുലിൻ്റെ രാഷ്ട്രീയ പ്രവേശത്തോടെയാണ് കോൺഗ്രസിൻ്റെ നിലവാരം ഇടിഞ്ഞതെന്നും അമിത്ഷാ പറഞ്ഞു. പാർലമെൻറ്റ് നടപടികൾ അനാവശ്യമായി നിരന്തരം തടസ്സപ്പെടുത്തി ഭരണഘടനയെ തന്നെ കോൺഗ്രസ് അനാദരിക്കുകയാണെന്നും ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രാഹുലിനെയും കോൺഗ്രസ് പാർട്ടിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രൂക്ഷമായി വിമർശിക്കുന്നത്. രാഹുൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തിയതിൽ പിന്നെ കോൺഗ്രസിന്റെ നിലവാരം എക്കാലത്തെയും താഴ്ന്ന അവസ്ഥയാണ്. കോൺഗ്രസിന്റെ നിലപാടുകൾ തന്നെ ഇടിഞ്ഞതിന് കാരണം രാഹുലിന്റെ നേതൃത്വമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലുണ്ടായതും രാഹുലിന്റെ വരവോടെയാണെന്ന് അമിത്ഷാ വിമർശിച്ചു. മാത്രമല്ല, പാർലമെന്റിനെ ആകെ സ്വാർത്ഥലാഭത്തിനായി ഉപയോഗിക്കുന്ന കോൺഗ്രസ് രീതിയിൽ വേദനയുണ്ടെന്നും അമിത്ഷാ വ്യക്തമാക്കി. പാർലമെന്റിൽ ക്രിയാത്മകമായ ചർച്ചകൾക്ക് കോൺഗ്രസ് അനുവദിക്കുന്നില്ല. ആർട്ടിക്കിൾ 370 CAA തുടങ്ങിയ ബില്ലുകളിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകി. അതേസമയം ചർച്ചകളിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടുകയാണെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 20 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ പാർലമെന്റ് ഇത്തരത്തിൽ തടസ്സപ്പെടുത്തിയ സംഭവങ്ങൾ മുമ്പുണ്ടായിട്ടില്ല. ചരിത്രത്തിലാദ്യമായി പ്രസിഡന്റിന്റെ പ്രസംഗത്തിന് പ്രധാനമന്ത്രിയുടെ മറുപടി പോലും തടസ്സപ്പെടുത്തി. പ്രധാനമന്ത്രിയോടുള്ള അവഗണനയല്ല, മറിച്ച് പാർലമെന്റ് സംവിധാനത്തെ തന്നെ കോൺഗ്രസ് അനാദരിക്കുകയാണെന്ന് അമിത്ഷാ പറഞ്ഞു. പലപ്പോഴും പാർലമെന്റിന് പുറത്തുപോകാൻ കോൺഗ്രസ് ഒഴിവുകഴിവുകൾ കണ്ടെത്തുകയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി. മാണ്ടിയിൽ സൂപ്പർ താരമായി കങ്കണ റണൌത്ത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യമായി ലഭിച്ച അവസരം ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ആഘോഷമാക്കുകയാണ് കങ്കണ. കള്ളന്മാർ ഒത്തുചേർന്ന ഇന്ത്യ മുന്നണിയെ ജനങ്ങൾ തകർക്കുമെന്നും മാണ്ടിയിൽ വിജയം ഉറപ്പാണെന്നും കങ്കണ പറഞ്ഞു. ഹിമാചൽ പ്രദേശിൽ കയ്യിലുള്ള ഒരേയൊരു മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസ് പരിശ്രമിക്കുമ്പോൾ മാണ്ടി തിരിച്ചുപിടിച്ച് കരുത്തുകാട്ടാൻ BJP കളത്തിലിറക്കിയ ബോളിവുഡ് സൂപ്പർ താരം കങ്കണ റണൌത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആഘോഷമാക്കുകയാണ്. മണ്ഡലത്തിന്റെയും ഭാരതത്തിന്റെയും വരാനിരിക്കുന്ന വികസന കുതിപ്പും ജനക്ഷേമ പദ്ധതികളും സംസാരിച്ചുകൊണ്ട് സ്ത്രീകളെയും യുവ വോട്ടർമാരെയും ഒരുപോലെ കയ്യിലെടുക്കാൻ കങ്കണയ്ക്ക് സാധിച്ചു. ദേശീയ നിലപാടുകൾ എന്നും ഉറക്കെ പറഞ്ഞുകൊണ്ട് തലക്കെട്ടുകളിൽ നിറഞ്ഞു നിന്നിരുന്ന കങ്കണ കോൺഗ്രസിനെയും പ്രതിപക്ഷ മുന്നണിയെയും കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് പ്രചാരണം നയിക്കുന്നത്. കള്ളന്മാരും അഴിമതിക്കാരും ഒത്തുചേർന്നതാണ് ഇന്ത്യ മുന്നണിയെന്നും വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിച്ചവർക്കുള്ള മറുപടി ജനങ്ങൾ വോട്ടിലൂടെ നൽകുമെന്നും കങ്കണ റണൌത്ത് പറഞ്ഞു. इनके हाथों से जो है जनता ने सत्ता छीन ली है और जनता ने इनके असली रूप भी देखे हैं. किस तरह से जो है इन्होंने जनता का पैसा लूटा है. सारे चोर जो है मिलकर इंडी गठबंधन में एक साथ हो गए हैं और इनके पास पैसा नहीं है. आपको जानकर दुख होगा कि जो भी पैसा जो है सुखू लोन में ले रहा है, ये ले रहा है, वो सारा चुनाव लड़ने के लिए कांग्रेस के पास जा रहा है. कांग्रेस की सरकार जो है हिमाचल का पैसा खींचकर अपने चुनाव लड़ रही है. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യമാണെങ്കിലും കളമറിഞ്ഞുകൊണ്ട് കങ്കണ റണൌത്ത് നിറഞ്ഞാടുമ്പോൾ വിക്രമാദിത്യ സിംഗും കോൺഗ്രസും മണ്ഡലം കൈവിട്ടുപോകുമെന്ന ഭയത്തിലാണ്. ഉപതെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് നേടിയെടുത്ത മണ്ഡലം മാണ്ടിയുടെ മകളെന്ന പ്രതിച്ഛായയുള്ള കങ്കണ റണൌത്തിലൂടെ തിരിച്ചുപിടിക്കുകയാണ് BJPയുടെ ലക്ഷ്യം. ചോട്ടി കാശി എന്ന് വിശേഷിപ്പിക്കുന്ന മാണ്ടിയിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം. ഭാരതത്തിൽ ആഭ്യന്തര സംഘർഷം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ജോർജ് സോറസിൻ്റെ ഇന്ത്യയിലെ പ്രതിനിധി ധന്യ രാജേന്ദ്രനെതിരെ IB അന്വേഷണം. ന്യൂസ് മിനിറ്റ് എഡിറ്റർ ധന്യ രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന സംഘടനയിലൂടെയാണ് സൊറോസ് രാജ്യത്ത് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് പണം നൽകുന്നതെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തൽ. രാജ്യാന്തര തലത്തിൽ മാധ്യമങ്ങൾക്ക് ഫണ്ട് നൽകി സർക്കാരുകളെ അട്ടിമറിക്കുകയാണ് ജോർജ് സൊറോസിന്റെ നയം. സൊറോസിന്റെ ഇന്ത്യയിലെ പ്രതിനിധി ധന്യ രാജേന്ദ്രൻ എന്ന് IB ഇതിനകം കണ്ടെത്തിയിരുന്നു. ന്യൂസ് മിനിറ്റിന്റെ ചീഫ് എഡിറ്ററായ ധന്യ രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന ഡിജിപമ്പ് എന്ന സംഘടനയിലൂടെയാണ് സൊറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഇന്ത്യയിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾക്ക് പണം നൽകുന്നത്. ന്യൂസ് ക്ലിക്ക്, ഓൾട്ട് ന്യൂസ്, ആർട്ടിക്കിൾ 14, ന്യൂസ് ലോണ്ടറി, ദി വയർ തുടങ്ങിയ മാധ്യമങ്ങൾക്ക് പണം ലഭിക്കുന്നുണ്ട്.
ഭാരതത്തിൽ ആഭ്യന്തര കലാപം ലക്ഷ്യമിട്ട് നടന്ന CAA വിരുദ്ധ സമരം, കർഷക സമരം, മണിപ്പൂരിലെ വംശീയ കലാപം തുടങ്ങിയവയെല്ലാം ആളിക്കത്തിക്കാൻ ഇത്തരം മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു. മാവോയിസ്റ്റുകൾക്കും ഇസ്ലാമിസ്റ്റുകൾക്കും പിന്തുണ നൽകുന്ന സമീപനമാണ് ഇത്തരം മാധ്യമങ്ങൾ സ്വീകരിക്കുന്നതും. കൊച്ചിയിൽ നടന്ന കട്ടിംഗ് സൗത്ത് മീഡിയ ഫെസ്റ്റിന് വിദേശ ഫണ്ട് ലഭിച്ചതായി ധന്യ രാജേന്ദ്രൻ തന്നെ പോലീസിനോട് സമ്മതിച്ചതാണ്. കേരളമടങ്ങുന്ന ദക്ഷിണ ഭാരതത്തെ ഭാരതത്തിൽ നിന്നും വിഭജിക്കുക എന്ന ലക്ഷ്യത്തിന്റെ പ്രചരണാർത്ഥമാണ് കൊച്ചിയിൽ കട്ടിംഗ് സൗത്ത് സംഘടിപ്പിച്ചത്. രാജ്യവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ധന്യ രാജേന്ദ്രനെതിരെ IB അന്വേഷണം ആരംഭിച്ചത്. ജനം, ഡൽഹി. ഇടക്കാല ജാമ്യം നീട്ടണമെന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ആവശ്യം നാടകമെന്ന് BJP. ആരോഗ്യസ്ഥിതി മോശമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയ കെജ്രിവാൾ ഡൽഹിയിലും പഞ്ചാബിലും പ്രചരണങ്ങളിൽ സജീവമായിരുന്നു. ജാമ്യം നീട്ടി ലഭിക്കാൻ ഇനി പല നാടകങ്ങളും ജനങ്ങൾ കാണേണ്ടി വരുമെന്നും BJP ഡൽഹി ഘടകം അധ്യക്ഷൻ വ്യക്തമാക്കി. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇടക്കാല ജാമ്യം 7 ദിവസത്തേക്ക് കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ നൽകിയ അപേക്ഷയ്ക്കെതിരെ BJP ആഞ്ഞടിക്കുകയാണ്. ആരോഗ്യം മോശമാണെന്ന് ഹർജിയിൽ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രചരണങ്ങളിൽ സജീവമാണെന്നാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. ഡൽഹിയിൽ AAP കോൺഗ്രസ് സഖ്യം മത്സരിക്കുന്ന 7 മണ്ഡലങ്ങളിലും പ്രചരണ പരിപാടികളിൽ കെജ്രിവാൾ പലതവണ പങ്കെടുത്തിരുന്നു. കൂടാതെ 7ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി കെജ്രിവാളിന്റെ പ്രചരണം തുടരുകയാണ്. അതേസമയം ജാമ്യം നീട്ടി ലഭിക്കുന്നതിലേക്കായി കെജ്രിവാളിന്റെ മറ്റൊരു നാടകം ഉടനുണ്ടായേക്കുമെന്നും പഞ്ചാബിലെ ജനങ്ങൾ കരുതിയിരിക്കണമെന്നും BJP ഡൽഹി ഘടകം അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് ചൂണ്ടിക്കാട്ടി. पूरे प्रचार के दौरान इनका स्वास्थ्य ठीक था. इंडी गठबंधन का प्रचार करना, दिल्ली के चुनाव प्रचार में प्रचार करना बिल्कुल ठीक थे. लेकिन अब नई नई बीमारी का हवाला दिया जा रहा है, नए नए टेस्ट करवाने हैं और रिपोर्ट जमा कराई है प्राइवेट हॉस्पिटल की, किसी सरकारी हॉस्पिटल की नहीं. जानबूझकर अंतरिम जमानत की छूट का फायदा उठाना चाहते हैं और अब चुनाव प्रचार के लिए पंजाब में हैं. अगर स्वास्थ्य खराब है तो फिर पंजाब चुनाव में क्या कर रहे हैं, क्या करने गए हैं? लेकिन नहीं, सिर्फ नौटंकी करनी है. पंजाब की जनता से मेरी अपील है, अगले 3 दिन ये नौटंकी बाज पंजाब में रहने वाला है और वहाँ ड्रामा करेंगे, गिरने की कोशिश करेंगे, चक्कर आएंगे, स्वास्थ्य खराब होगा, ताकि किसी तरह से अंतरिम जमानत की अवधि बढ़ जाए. മദ്യനയ അഴിമതിയിൽ ജയിലിൽ കഴിയവേ കെജ്രിവാൾ ഇൻസുലിൻ എടുക്കാൻ തയ്യാറായില്ലെന്നും ആരോഗ്യസ്ഥിതി മോശമാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നതായും കാട്ടി ജയിൽ അധികൃതർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. മാത്രമല്ല, ചോറും ഉരുളക്കിഴങ്ങും കൂടുതലായി കഴിച്ച് രക്തത്തിൽ പ്രമേഹത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതായും തീഹാർ ജയിൽ അധികൃതർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിക്കെതിരെ BJP രംഗത്തെത്തിയത്. ജനം, ഡൽഹി. ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ ആദ്യ വർഷം തന്നെ 370 അനുച്ഛേദം പുനഃസ്ഥാപിക്കുമെന്ന് അമിത്ഷാ. മുത്തലാഖ് തിരിച്ചു കൊണ്ടുവരികയും രാമക്ഷേത്രത്തിന് ബാബറി പൂട്ടിടുകയും ചെയ്യുമെന്നും അമിത്ഷാ പറയുന്നു. ഉത്തർപ്രദേശ് കൃഷ്ണനഗറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുന്നത് രാജ്യം ഇന്നുവരെ നേടിയ മുന്നേറ്റങ്ങളെ തകർക്കാനായിരിക്കുമെന്ന് അമിത്ഷാ. 1ാം വർഷം 370 അനുച്ഛേദം അവർ തിരികെ കൊണ്ടുവരും. 2ാം വർഷം മുത്തലാഖ് തിരികെ കൊണ്ടുവരും. 3ാം വർഷം PFI നിരോധനം ഇല്ലാതാക്കും. 4ാം വർഷം ഭീകരരുമായി സന്ധി ചെയ്യാൻ ചർച്ചകൾ നടത്തും. 5ാം വർഷം രാമക്ഷേത്രത്തിന് ബാബറി പൂട്ടിടുമെന്നും അമിത്ഷാ പറഞ്ഞു. भाइयों बहनों, अगर बारी बारी 5 साल प्रधानमंत्री बन गए ना, तो वो 5 साल में क्या काम करेंगे मैं बता देता हूं. पहले साल में धारा 370 को वापिस लाएंगे. दूसरे साल में ट्रिपल तलाक वापिस लाएंगे. तीसरे साल में PFI पर से बैन उठा लेंगे. चौथे वर्ष में आतंकवादियों से बातचीत करेंगे और 5वें साल में राम मंदिर पर बाबरी ताला लगाने का काम करेंगे. बाबरी ताला इनको आने देना चाहिए क्या? आने देना चाहिए? 400-ലേറെ സീറ്റ് നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്നും വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുകയായിരിക്കും കോൺഗ്രസ് എന്നും അദ്ദേഹം ആവർത്തിച്ചു. നാഷണൽ ഡെസ്ക്, ജനം. മഹാഭാരതം സമാപിക്കുകയാണ്. ഇനി നാളെ കാണാം. നമസ്തേ.